വാർത്തകൾ തുടർന്ന് നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചതായി പരാതി. കൊല്ലം പത്മന സ്വദേശി വേണുവിന്റെ മരണം ചികിത്സ കിട്ടാതെയെന്ന് കുടുംബം. ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 6 ദിവസം കഴിഞ്ഞിട്ടും ആൻജിയോഗ്രാം നടത്തിയില്ല. ആശുപത്രിയുടെ അനാസ്ഥ വ്യക്തമാക്കുന്ന വേണുവിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർ സാദെ ആ വോയിസ് എൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം. റിപ്പോർട്ട് തേടി ആരോഗ്യമന്ത്രി. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായതിന്റെ ഇരയാണ് വേണുവെന്ന് പ്രതിപക്ഷ നേതാവ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് PS പ്രശാന്തിനെ മാറ്റും. ഹരിപ്പാട് മുൻ MLA TK ദേവകുമാർ പുതിയ അധ്യക്ഷനായേക്കും. ദേവസ്വം ബോർഡ് അംഗം അജികുമാറിനെ മാറ്റാനൊരുങ്ങി CPI-യും. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ SIT. പത്തനംതിട്ട തിരുവല്ലയിൽ 19-കാരിയെ തീ കൊളുത്തി കൊന്ന കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. പ്രതി അജിൻ റജിൻ മാത്യുവിന് ശിക്ഷ വിധിച്ച് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി. 5 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. അയിരൂർ സ്വദേശി കവിതയെ കൊലപ്പെടുത്തിയത് 2019-ൽ. കൊലപാതകം പ്രണയത്തിൽ നിന്ന് പിന്മാറിയതിന്റെ വൈരാഗ്യത്തിൽ. വിധിയിൽ തൃപ്തരെന്ന് കവിതയുടെ കുടുംബം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ മികച്ച പോളിംഗ് 60% കടന്നു. ലഹിസാരിയിൽ ഉപമുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ അതിക്രമം. വിജയകുമാർ സിൻഹയുടെ കാറിന് നേരെ കല്ലെറിഞ്ഞു. വൺഎക്സ്ബെറ്റ് കേസിൽ ക്രിക്കറ്റ് താരങ്ങൾക്കെതിരെ ED-യുടെ നടപടി. സുരേഷ് റെയ്നയുടെയും ശിഖർ ധവാന്റെയും സ്വത്തുക്കൾ കണ്ടുകെട്ടി. ED കണ്ടുകെട്ടിയത് 11 കോടിയുടെ സ്വത്തുക്കൾ. ഓസ്ട്രേലിയക്കെതിരായ 4ാം T20-യിൽ ഇന്ത്യക്ക് 48 റൺസ് ജയം. 168 റൺസ് പിന്തുടർന്ന ഓസ്ട്രേലിയ 119 റൺസിന് പുറത്ത്. അക്സർ പട്ടേൽ കളിയിലെ താരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിൽ. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചതായി പരാതി. ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കൊല്ലം പത്മന സ്വദേശി വേണുവാണ് മരിച്ചത്. ആശുപത്രിക്കെതിരെ മരിക്കുന്നതിന് മുൻപുള്ള വേണുവിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. ഇവിടെ ഭയങ്കര അഴിമതിയുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തില് സമൂല അഴിമതി കൊണ്ട് ആറാടിയിരിക്കുക. ഇവിടെ കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം. ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് അൻവർ സാദിനെ വിളിച്ചു. എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ എൻ്റെ ഈ ജീവൻ വെച്ച് വെറും നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാനൊരു വോയിസ് ഇട്ടിട്ടുണ്ട്. ഈ വോയിസ് അഥവാ എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർ സാദെ ആ വോയിസ് എൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം. 12 മണിയൊക്കെ ആകുന്ന സമയത്ത് വീണ്ടും ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ നമുക്ക് നാളെ ആൻജിയോഗ്രാം ചെയ്യാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചാൽ ഓക്കെ. എന്നിട്ട് സന്ധ്യയായിട്ടും ഒന്നും പറയുന്നില്ല. അങ്ങനെ ഒരു 7 മണി 6:30-7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു അറ്റൻഡർ വന്നിട്ട് കുറച്ച് ലിസ്റ്റ് വായിച്ചു. അതിനകത്ത് വേണുവിൻ്റെ പേരിൽ. അന്നേരം വേണുവിനും പറഞ്ഞു, അണ്ണാ അതിനകത്ത് എൻ്റെ പേരില്ലല്ലോ, എനിക്ക് ഇന്ന് ആൻജിയോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഏത് ഡോക്ടറെ പറഞ്ഞു? നിങ്ങളെ ഡോക്ടറോട് അന്വേഷിക്കാൻ പറഞ്ഞു. ഞാൻ വീണ്ടും ഇത് കേട്ടോണ്ട് വീണ്ടും അവിടുത്തെ സിസ്റ്ററോട് എന്ന് ചോദിച്ചപ്പം ഞങ്ങൾക്കതൊന്നും അറിയത്തില്ല, അതിൻ്റെ അത് ഏതാണോ ഡോക്ടർ ആ ഡോക്ടറോട് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ വരുന്നത് വീണ്ടും രാത്രി 9 മണിക്കാണ് വരുന്നത്. അച്ഛന് ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ടാണ് ചെയ്യാഞ്ഞത്. എന്നിട്ട് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. വേറൊരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ അവിടെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അന്ന് വേണോണം പറഞ്ഞു, അത് ഡോക്ടറല്ലേന്ന് പറഞ്ഞു. ചെന്നിട്ട് വേണോണം പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഭയങ്കര തലവേദന, എൻ്റെ ഡോക്ടർ ഇവിടെ ഇല്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഇത് നിങ്ങൾ എൻ്റെ പേഷ്യൻ്റ് അല്ല, എനിക്ക് നോക്കാൻ പറ്റത്തില്ല. അന്നേരം വേണോണം അവിടെ ഷൗട്ട് ചെയ്ത്.
തീർച്ചയായും വേണുവിൻ്റെ വാക്കുകളിൽ പറയുന്നത് പോലെ തന്നെ വേണുവിന് കനത്ത അനാസ്ഥയാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നേരിടേണ്ടി വന്നതെന്നാണ് ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. വേണു ഇന്നലെ രാത്രിയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുന്നത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ. ഏതായാലും വേണു തന്നെ പറയുന്നുണ്ട്, തൻ്റെ ജീവനെ ഒരു നിസാരവൽക്കരിക്കുന്ന നിലയിലാണ് അവിടെയുള്ള ഡോക്ടർമാരും ഉദ്യോഗസ്ഥരും ഒക്കെ പെരുമാറുന്നത്. തനിൻ്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്കായിരിക്കുമെന്ന് പറഞ്ഞു വെച്ച ശേഷമാണ്, ഒരു മരണമൊഴി പോലെ പറഞ്ഞു വെച്ച ശേഷമാണ് വേണു മരിക്കുന്നത്. ഏതായാലും ഈ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് വലിയ അനാസ്ഥയുണ്ടായെന്നാണ് കുടുംബവും ആരോപിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് വേണുവിന് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവറാണ് വേണു. അങ്ങനെ ചവറയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വേണുവിനെ ചികിത്സയ്ക്കായി എത്തിച്ചു. അവിടെ നിന്ന് പക്ഷേ സ്ഥിതി കുറച്ച് മോശമായതുകൊണ്ട് തന്നെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. അവിടെ ചെന്നപ്പോഴാണ് അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യണം എന്നുള്ള നിർദ്ദേശം നൽകുന്നതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വിടുന്നതും. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി 6 ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഈ ആൻജിയോഗ്രാം ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനമായും വേണു അടക്കം ആ ശബ്ദ സന്ദേശത്തിലും അതുപോലെ തന്നെ വേണുവിൻ്റെ കുടുംബവും ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ആൻജിയോഗ്രാം അടിയന്തരമായി ചെയ്യണമെന്നാണ് നിർദ്ദേശിച്ചിരുന്നത് ഡോക്ടർമാർ. പക്ഷേ ഈ അവിടെ ഉദ്യോഗസ്ഥരുമായി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അധികൃതരുമായി അവർ സംസാരിച്ചപ്പോൾ അവരോട് പറഞ്ഞത് വെള്ളിയാഴ്ച മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നുള്ള, അതായത് ഈ നാളെ മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നുള്ള ഒരു മറുപടിയാണ് ലഭിച്ചതെന്നാണ് കുടുംബവും പറയുന്നത്. എന്തായാലും അതിനെ കാത്തു നിൽക്കാതെ വേണു മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വേണു പറയുന്നത് പോലെ തന്നെ വലിയ അനാസ്ഥ ഈ മരണത്തിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ തൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഈ ഉദ്യോഗസ്ഥർ ഈ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. പലതവണ ഈ ആൻജിയോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോഴും അതിനെ നിസ്സാരവൽക്കരിക്കുന്ന നിലപാടാണ് അല്ലെങ്കിൽ ഒരു സമീപനമാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ് വേണു ഈ ശബ്ദ സന്ദേശത്തിലൂടെ പറയുന്നത്. ഏതായാലും ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഉയർന്നിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും കഴിഞ്ഞ 6 ദിവസത്തോളം ഒരു രോഗി അവിടെ ചികിത്സയ്ക്ക് എത്തിയിട്ട് ഈ ആൻജിയോഗ്രാം അടക്കം അടിയന്തരമായി ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യമാണ് ഈ വേണുവിൻ്റെ കുടുംബം പറയുന്നത്. ഏതായാലും പക്ഷേ അത് എന്തുകൊണ്ട് ഈ ആൻജിയോഗ്രാം ചെയ്യാൻ വൈകി എന്നുള്ളത് ഇപ്പോഴും, അതായത് അടിയന്തരമായി അത് ചെയ്യേണ്ട ഒരു രോഗിക്ക് എന്തുകൊണ്ട് അത് ഇത്രയും വൈകുന്നു എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. അതേസമയം ചികിത്സ നിഷേധിച്ചിട്ടില്ലെന്നാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ പറയുകയും ചെയ്യുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ചെന്ന ബന്ധുക്കളുടെ പരാതിയിൽ അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ചികിത്സ കിട്ടാതെ മരിച്ച വേണു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലായതിന്റെ ഇരയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സിസ്റ്റം തകർത്ത ആരോഗ്യമന്ത്രിക്കും സർക്കാരിനും മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകില്ല. ശബ്ദ സന്ദേശം മരണമൊഴിയായി പരിഗണിച്ച് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് PS പ്രശാന്തിന്റെയും ഭരണസമിതിയുടെയും കാലാവധി നീട്ടി നൽകില്ല. നാളെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. പ്രശാന്തിന് പകരം ഹരിപ്പാട് മുൻ MLAയും ആലപ്പുഴയിൽ നിന്നുള്ള മുതിർന്ന CPIM നേതാവുമായ TK ദേവകുമാർ പ്രസിഡന്റാകുമെന്നാണ് സൂചന. CPI പ്രതിനിധിയായ G കുമാറിന് പകരം വിളപ്പിൽ രാധാകൃഷ്ണനും ബോർഡ് അംഗമാകും. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി 6 മാസത്തേക്ക് കൂടി നീട്ടാനായിരുന്നു നേരത്തെ സർക്കാരിന്റെ തീരുമാനം. എന്നാൽ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ ഉൾപ്പെടെ ഗുരുതര പരാമർശങ്ങൾ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ നീക്കം. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു. പോളിംഗ് ശതമാനം 60 കടന്നു. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് പാട്നയിലാണ്. ബീഹാറിൽ വലിയ മാറ്റം കാണുന്നുവെന്ന് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ്. അതിനിടെ ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹയുടെ വാഹന വ്യൂഹത്തിന് നേരെ അജ്ഞാതരായ ചിലർ കല്ലുകളും ചെരുപ്പുകളും എറിഞ്ഞു. ആക്രമണത്തിന് പിന്നിൽ RJD ആണെന്നാണ് BJPയുടെ ആരോപണം. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണം അത് വോട്ടിങ്ങിൽ പ്രതിഫലിച്ചു എന്നതാണ് ബീഹാറിനെ സംബന്ധിച്ചോളം നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്.
2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 55.38% ഉണ്ടായിരുന്ന പോളിംഗ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 2025 തെരഞ്ഞെടുപ്പിൽ അത് 60.41 എത്തിയിരിക്കുന്നു എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യമായാലും NDA സഖ്യമായാലും വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആദ്യഘട്ടം 121 നിയമസഭാ മണ്ഡലത്തിലെ സീറ്റിലേക്കാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത്. ഇനി രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നവംബർ 11-ാം തീയതി നടക്കും. എന്തായാലും ഈ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തെ വേണമെങ്കിൽ പ്രതിഫലിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് NDA സഖ്യമായാലും ഇന്ത്യ മുന്നണിയായാലും ഒരു കാർഡിളക്കി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതേസമയം തന്നെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള അല്ലെങ്കിൽ വോട്ടെടുപ്പിലേക്കുള്ള പ്രചരണം ഇരു മുന്നണികളും ശക്തമാക്കാൻ ഒരുങ്ങുന്നു എന്നതുകൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു. എന്നാലും 2020 സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ 2025 എത്തുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനവ് ഉണ്ടായി എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതുപോലെ തന്നെ ബീഹാറിലെ നിലവിലെ ഈ വോട്ടിംഗ് ശതമാനം കൂടിയത് ഒരു വലിയ രീതിയിലുള്ള മാറ്റത്തിന് തുടക്കമാകുമെന്നാണ് ഈ മഹാസഖ്യത്തിൻ്റെ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള തേജസ്വി യാദവ് പ്രതികരിച്ചിട്ടുള്ളത്. 20 വർഷത്തോളമായി തുടരുന്ന നിതീഷ് കുമാറിൻ്റെ ഭരണം അത് ഇത്തവണ അവസാനിക്കും എന്നൊരു സൂചന നൽകുന്ന ഒരു വാർത്തയായിരുന്നു ഈ തേജസ്വി യാദവ് പുറത്തുവിട്ടത്. എന്തായാലും മഹാസഖ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഇതുള്ള ഒരു നിർണായകമാണ്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തേജസ്വി യാദവ് അടക്കമുള്ള നേതാക്കളെല്ലാം ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലാണ് വിധി നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ ജനവിധി തേടുന്നത് എന്നതാണ് പ്രത്യേകത. അതുപോലെ തന്നെ ഈ ഉപമുഖ്യമന്ത്രിമാരായിട്ടുള്ള സാമ്രാജ് ചൗധരി മുഖ്യമന്ത്രിയായിട്ടുള്ള അല്ലെങ്കിൽ NDAയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള വിജയ് കുമാർ സിൻഹ തുടങ്ങിയ നിരവധി മന്ത്രിമാരും ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നു എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും ഇരു മുന്നണികൾക്കും ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പാണ് പൂർത്തിയായിട്ടുള്ളത്. 60.41% നിലവിൽ ഇപ്പോൾ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചില സംഘർഷങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നിലനിന്നിരുന്നെങ്കിലും ഒരു സമാധാനപരമായിട്ടായിരുന്നു ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബീഹാറിലെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള വിജയ് കുമാർ സിൻഹയ്ക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ സന്ദർശിക്കാൻ നടത്തിയ ആ സാഹചര്യത്തിലായിരുന്നു ഈ പ്രവർത്തകർ പ്രധാനമായും RJD പ്രവർത്തകരാണ് തങ്ങൾക്ക് നേരെ ആക്രമണം അയച്ചുവിട്ടതെന്നാണ് സിൻഹ അടക്കമുള്ള NDA സഖ്യത്തിലെ നേതാക്കൾ ആരോപിക്കുന്നത്. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ബീഹാറിലേക്കുള്ള ഒരു രാഷ്ട്രീയ കൂനമ്പ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഞ്ഞടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ജനം ജംഗിൾ രാജിനെതിരെ വിധി എഴുത്തായിരിക്കും ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ബീഹാറിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് അവസാനിപ്പിച്ചിരുന്നു. പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വർധനവുണ്ടായി എന്നതാണ് ഇരു മുന്നണികൾക്കും ആത്മവിശ്വാസം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അരുണിമ, ശരി, വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് രാജേഷ് ശ്രീനിവാസ്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് മോഷണ ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. ബീഹാർ തെരഞ്ഞെടുപ്പിൽ പല കുത്സിതങ്ങളും ചെയ്യാൻ നീക്കം നടക്കുന്നുണ്ട്. ബീഹാറിലെ വോട്ട് മോഷണത്തിനെതിരെ ജനവിധിയുണ്ടാകും. BJP മുന്നണിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുന്നതിൽ ബീഹാർ ജനതയ്ക്ക് അതൃപ്തിയുണ്ടെന്നും MA ബേബി പറഞ്ഞു. പതിവ് പോലെ ഒഴിഞ്ഞുമാറുന്നതിന് പകരം ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഓരോന്നിനും മറുപടി നൽകണം. ഉത്തരവാദപരമായിട്ടൊരു പ്രതികരണമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇലക്ഷൻ കമ്മീഷനെ പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ തന്നെ ഭരണപക്ഷത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ്. അപ്പോൾ ബീഹാർ ഇലക്ഷൻ കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടാവുന്നൊരു പ്രശ്നമല്ല. ഇന്ത്യയിൽ വളരെ വ്യാപകമായി ജനങ്ങളെ അണിനിരത്തി ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷത കാസൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പോരാട്ടം പ്രതിപക്ഷത്തിന് നടത്തേണ്ടതായിട്ടുണ്ട്. 2024 ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബ്രസീലിയൻ മോഡലായ യുവതിയുടെ ചിത്രം ഉപയോഗിച്ച് വോട്ടുകൊള്ള നടന്നുവെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ പ്രതികരണവുമായി ബ്രസീലിയൻ മോഡൽ ലാരിസ എന്ന് അവകാശപ്പെടുന്ന വനിതാ സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് വീഡിയോ പങ്കുവച്ചത്.
തന്റെ ചിത്രം ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തതിൽ നടുക്കം പ്രകടിപ്പിച്ചാണ് ലാരിസ സംസാരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. പോർച്ചുഗീസ് ഭാഷയിൽ സംസാരിക്കുന്ന വീഡിയോയാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ പ്രചരിക്കുന്നത്. തന്റെ പഴയ ചിത്രമാണ് പ്രചരിക്കുന്നതെന്ന് ലാരിസ വെളിപ്പെടുത്തി. അതേസമയം പ്രചരിക്കുന്ന വീഡിയോയിൽ ഉള്ള വനിത തന്നെയാണോ രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ച ചിത്രത്തിലെ വ്യക്തി എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. AICC വക്താവ് സുപ്രിയ ശ്രീനാഥ് ഈ വീഡിയോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. Não, vou contar fofoca. Gente, estão usando uma foto minha, antiga. A foto é velha, tá? Ó, tava novinha na foto, devia ter uns 20 anos, 18 anos. Estão usando a foto minha pra fazer, eu não sei se é uma eleição, alguma coisa de voto, que tem que votar. E na Índia, estão me colocando como indiana pra dar golpe nos outros, gente. Olha que loucura. Que doideira é essa? Que mundo nós estamos vivendo? Aí um repórter me chamou, querendo saber sobre esse trem, ligou lá no salão, no meu emprego, querendo conversar comigo pra entrevista. Aí eu não respondi, falei pra Tatá não passar meu número e tal. O cara achou meu Instagram, me chamou no Instagram. Agora uma outra pessoa que não tem nada a ver com o assunto, uma amiga minha de outra cidade, me manda uma foto. Vou colocar aqui pra vocês, aqui embaixo pra vocês aí. Aqui. Vocês não vão acreditar, não. Hoje രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണത്തിൽ പരിഹസിച്ച് BJP വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ. രാഹുൽ ഗാന്ധിയുടെ സഹതാപം മാത്രം. രാഹുലിന്റെ ആരോപണങ്ങളോട് പറയാനുള്ളത് നോ കമന്റ്സ് എന്ന് മാത്രമാണെന്നും B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിയോട് സഹതാപം മാത്രമല്ല. താങ്കളെ ബിഗ് സ്ക്രീനിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സ്ക്രീനിലാണ് കാണിക്കല്ലോ, രാഷ്ട്രീയക്കാരല്ലേ, രാജ്യം മൊത്തം കണ്ടിട്ടുണ്ടായിരുന്നു. പത്തനംതിട്ട തിരുവല്ലയിൽ 19-കാരിയെ നടുറോഡിൽ കുത്തിവീഴ്ത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പത്തനംതിട്ട ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതി കടപ്ര സ്വദേശി അജിൻ റജി മാത്യുവിന് ശിക്ഷ വിധിച്ചത്. പിഴത്തുക പെൺകുട്ടിയുടെ കുടുംബത്തിന് നൽകണമെന്നും പിഴയൊടുക്കിയില്ലെങ്കിൽ തുക അജിന്റെ സ്വത്തിൽ നിന്ന് ഈടാക്കണമെന്നും കോടതി ഉത്തരവിട്ടു. പ്രതിക്കെതിരെ തടഞ്ഞുവെക്കൽ, കൊലപാതകം എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായി കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. 2019 മാർച്ചിലാണ് അയിരൂർ സ്വദേശി കവിതയെ കുത്തിവീഴ്ത്തിയ ശേഷം അജിൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ റോഡിൽ രാവിലെ 9 മണിയോടെയായിരുന്നു കൊലപാതകം. ഇരുവരും +2 സഹപാഠികളായിരുന്നു. പത്തനംതിട്ട തിരുവല്ലയിൽ 19-കാരിയെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്ന കേസിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചതിൽ പ്രതികരിച്ച് കവിതയുടെ അമ്മ. വിധിയിൽ സന്തോഷവും സങ്കടവും തോന്നി. കാരണം എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവന് അതുപോലൊരു ശിക്ഷയായിരുന്നു കൊടുക്കേണ്ടിയിരുന്നതെന്നും കവിതയുടെ അമ്മ പറഞ്ഞു. സങ്കടവും എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവന് അതുപോലുള്ള ശിക്ഷയായിരുന്നു കൊടുക്കണം. പറയാവുന്നല്ലേ, ശിക്ഷ പ്രതീക്ഷിച്ചിട്ടുണ്ട്. തിരുവല്ല കവിതാ കൊലക്കേസ് വിധിയിൽ പൂർണ്ണ തൃപ്തനല്ലെങ്കിലും സന്തോഷമുണ്ടെന്ന് കവിതയുടെ പിതാവ് വിജയകുമാർ. പ്രതിക്ക് വധശിക്ഷ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരോടും സാക്ഷി പറഞ്ഞവരോടും നന്ദിയുണ്ടെന്നും വിജയകുമാർ പറഞ്ഞു. തിരുവല്ല കവിതാ കൊലക്കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നുവെന്ന് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഹരിശങ്കർ പ്രസാദ്. പെൺകുട്ടിയെ തടഞ്ഞുവെച്ചതിനും കുത്തി പരിക്കേൽപ്പിച്ചതിനും പെട്രോൾ ഒഴിച്ച് കത്തിച്ചതിലും പ്രതി കുറ്റക്കാരനെന്ന് തെളിയുകയും തുടർന്ന് കോടതി ശിക്ഷ വിധിക്കുകയുമായിരുന്നു. പ്രതി IPC 341 302 പ്രകാരം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരുന്നു. അതിൽ 341 പ്രകാരം 1 മാസം തടവിനും 302 പ്രകാരം ജീവപര്യന്തം കഠിന തടവിനും അതുപോലെ തന്നെ 5 ലക്ഷം രൂപ പിഴയും ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയുണ്ട്. പിഴ പ്രതി അടയ്ക്കാത്ത പക്ഷം പ്രതിയുടെ സ്വത്തുകളിൽ നിന്ന് ഈടാക്കാമെന്നും ആ തുക മരണപ്പെട്ട പെൺകുട്ടിയുടെ കവിതയുടെ അച്ഛനും അമ്മയ്ക്കും തുല്യമായി വീഴ്ച നൽകാനും ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി. ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം എന്ന് പറയുന്ന ഈ കേസിൽ ഏറ്റവും മികച്ച അന്വേഷണമായിരുന്നു. ആ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനെയാണ് ഏറ്റവും കൂടുതൽ കോടതി അഭിനന്ദിച്ചിട്ടുള്ളത്. പത്തനംതിട്ട തിരുവല്ല കവിതാ കൊലക്കേസിൽ തെളിവുകൾ ശേഖരിക്കാനും സാക്ഷികളെ കിട്ടാനും വെല്ലുവിളി നേരിട്ടിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനും എറണാകുളം ടൗൺ സൗത്ത് CIയുമായിരുന്ന PR സന്തോഷ്. തെളിവുകൾ കൃത്യമായി ശേഖരിക്കാൻ കഴിഞ്ഞതാണ് കേസിൽ സഹായകമായതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ പത്തനംതിട്ട SP ജയദേവ് സാറ്, DYSP ഉമേഷ് സാറിൻ്റെ നേതൃത്വത്തിൽ
പോലീസ് സ്റ്റേഷനിൽ ഏതാണ്ട് ഗോപകുമാറിന്റെ അടക്കം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി നിന്ന് കണ്ടെത്തിയ തെളിവുകളാണ് ഞങ്ങൾ കോടതിയിൽ എത്തിച്ചത്. ആ തെളിവിന് വളരെ കൃത്യമായും ഹരിശങ്കർ പ്രസാദ് സാറ് കോടതിയിൽ എത്തിച്ചു. അതുവഴി ഇരയ്ക്കും കുടുംബത്തിനും നീതി ലഭിക്കാൻ വാങ്ങിക്കൊടുക്കാൻ കഴിയും എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ് കേരള പോലീസിനെ സംബന്ധിച്ച്. പോലീസിന്റെ പ്രവൃത്തി എന്നുള്ള നിലയിൽ വലിയ സന്തോഷം. മധ്യപ്രദേശിൽ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റിലായ മലയാളി വൈദികന് ജാമ്യം. തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശിയായ ഫാദർ ഗോഡിനാണ് രത്ലം ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ മാസം 25-നാണ് ഫാദർ ഗോഡിനെ മതപരിവർത്തനം ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. 12 ദിവസത്തിന് ശേഷമാണ് ജാമ്യം ലഭിക്കുന്നത്. 25 വർഷമായി ഉത്തരേന്ത്യയിലും 12 വർഷമായി മധ്യപ്രദേശിലെ ജബുവയിലും വൈദികനായി സേവനം അനുഷ്ഠിക്കുന്നയാളാണ് ഗോഡ്വിൻ. ശസ്ത്രക്രിയ ഇല്ലാതെ അത്യാപൂർവ ഗ്യാസ്ട്രോ എൻട്രോളജി പ്രൊസീജിയർ നടത്തി ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. പിത്തനാളിയുടെയും പാൻക്രിയാസ് ഗ്രന്ഥിയുടെയും സമീപത്ത് കാണപ്പെടുന്ന ക്യാൻസർ മൂലം ചെറുകുടലിലേക്ക് ആഹാര പദാർത്ഥങ്ങൾ പോകുന്നത് തടസ്സപ്പെട്ടിരുന്ന കായംകുളം സ്വദേശിയായ 90-കാരനാണ് EUS ഗൈഡഡ് ഗ്യാസ്ട്രോ ജെജുനോസ്റ്റമി എന്ന അപൂർവ എൻഡോസ്കോപ്പിക് പ്രക്രിയ വഴി അസുഖം ഭേദമായത്. പ്രായമായവരിൽ പോലും വളരെ സുരക്ഷിതമായി ചെയ്യാൻ കഴിയുന്ന ഈ പ്രക്രിയ വയറ്റിലെ അതിസങ്കീർണ ശസ്ത്രക്രിയകൾക്ക് പകരമായി ചെയ്യാൻ സാധിക്കുമെന്ന് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ നിഖിൽ കെന്നി തോമസ് പറഞ്ഞു. ഈ പ്രക്രിയ ഇന്ത്യയിൽ തന്നെ അപൂർവമായാണ് ചെയ്യുന്നത്. ഡോക്ടർ മുരളി അപ്പുകുട്ടൻ, ഡോക്ടർ അരുൺകുമാർ, ഡോക്ടർ അനൂപ് എസ് നായർ, ഡോക്ടർ നിഖിൽ കെന്നി തോമസ്, ഡോക്ടർ ദീപക് ജെയിംസ്, ഡോക്ടർ രമൺ രാജേന്ദ്രൻ എന്നിവർ അടങ്ങിയ ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ സയൻസസ് വിഭാഗത്തിൽ കരൾരോഗ ചികിത്സകൾക്കായി പ്രത്യേക ക്ലിനിക്കും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിൽ അറിയിച്ചു.